കേൾവിക്കുറവിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയൊക്കെ പരിഹാരം കണ്ടെത്താം? ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമന്റ് സെക്ഷനിൽ വരാറുണ്ട്. കേൾവിക്കുറവിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെപ്പി മുതൽ തലച്ചോറിനുള്ളിലെ ട്യൂമറുകൾ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കേൾവിക്കുറവിന്റെ കാരണങ്ങളെ പറ്റി പറയുമ്പോൾ ചെവിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവണം. ചെവിയെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. ഏറ്റവും പുറത്തെ പുറം ചെവി, ഇതിൽ പിന്ന എന്ന് വിളിക്കുന്ന ഈ ഭാഗമുണ്ട്. ചെവിയുടെ ടിംപാനിക് മെമ്പറൈൻ അഥവാ കർണപടത്തേക്ക് നയിക്കുന്ന എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ. പിന്നെ മധ്യകർണം. ഈ മധ്യകർണത്തിൽ വായുവുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന കുഞ്ഞൻ എല്ലുകളുമുണ്ട്. മധ്യകർണത്തിൽ നിന്നാണ് ആന്തരിക കർണം തുടങ്ങുന്നത്. അവിടെ നമ്മുടെ ബാലൻസിന് സഹായിക്കുന്ന സെമി സർക്കുലർ കനാൽസും കേൾവിക്ക് സഹായിക്കുന്ന കോക്ലി എന്ന ഭാഗവുമുണ്ട്. ഈ കോക്ലിയയും സെമി സർക്കുലർ കനാൽസിൽ നിന്നും ഓഡിറ്ററി നെർവാണ് നെർവ് സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് കേൾക്കുന്നത്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ശബ്ദം വൈബ്രേറ്റ് ചെയ്ത് ചെവിയുടെ ഉള്ളിലെ കനാലിലൂടെ ടിംപാനിക് മെമ്പറൈനിലെത്തുന്നു. അവിടെ നിന്ന് ഈ കുഞ്ഞൻ എല്ലുകൾ വഴി അകത്തേക്ക് പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ കേൾവിക്കുറവിൻ്റെ കാരണങ്ങൾ? പുറം ചെവിയെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ കേൾവിക്കുറവുണ്ടാവാം? ഈ പുറം ചെവിയുടെ അകത്തേക്കുള്ള കനാലിൽ വാക്സ് നിറഞ്ഞാൽ ഇതുണ്ടാവാം. നമ്മളൊരു ഇയർ പ്ലഗ് ചെവിയിലോട്ട് കയറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ചെവിയുടെ കനാൽ അടയാണ്. അപ്പോൾ ഇതേപോലൊരു പ്ലഗ് വെക്കുന്ന അവസ്ഥയാണ് ചെവിയുടെ ഉള്ളിൽ വാക്സ് വളരെ ടൈറ്റായിട്ട് അടഞ്ഞു നിൽക്കുന്നത്. ഈ വാക്സിന് പകരം ചിലപ്പോൾ ചെറിയ ഫോറിൻ ബോഡി കുട്ടികളൊക്കെ മുത്തെടുത്തിട്ടാൽ ഇത് വളരെ ടൈറ്റായിട്ട് നിന്നാൽ കേൾവിക്കുറവുണ്ടാവും. പിന്നെയുള്ളത് ചെറിയ ട്യൂമറുകൾ ഈ ചെവിയുടെ കനാലിനുള്ളിൽ പ്രത്യക്ഷപ്പെടാം. പിന്നെ കുറേ അധികം കാലം നീന്തലൊക്കെ ചെയ്യുന്നവർക്ക് ചെവിയുടെ ഉള്ളിൽ ചെറിയ ബോണി ട്യൂമേഴ്സ് ഉണ്ടാവാം. എക്സോസ്റ്റോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോമ എന്നൊക്കെ ഇതിന് പറയുന്നു. അപ്പോൾ ഇത്തരം ബോണി ഹമ്പുകളും ചെവിയുടെ കേൾവിക്കുറവിന് ഒരു കാരണമാണ്. പിന്നെ ചില ആളുകളിൽ ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, അതായത് ഈ ഒരു കനാൽ ജന്മന തന്നെ കുറച്ച് വണ്ണം കുറഞ്ഞിരിക്കും. സ്റ്റിനോസിസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ വളരെ ടൈറ്റായിട്ട് ചുരുങ്ങിയിരുന്നാലും കേൾവിക്കുറവുണ്ടാവാം. ഇത്തരത്തിലുള്ള കേൾവിക്കുറവിനെല്ലാം അതിൻ്റെ കാരണം ചികിത്സിക്കുകയാണ് വേണ്ടത്. ചെപ്പിയാണെങ്കിൽ ചെപ്പി അലിയാനായിട്ടുള്ള തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് എടുത്തു കൊടുക്കാം. ഫോറിൻ ബോഡി ചെവിയുടെ ഉള്ളിൽ അന്യവസ്തു ഉണ്ടെങ്കിൽ അത് മാറ്റാം. അതുപോലെ തന്നെ ബോണി ട്യൂമറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റാം. മറ്റെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വലുതാക്കാനുള്ള സർജറികളും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പുറം ചെവിയിൽ നിന്ന് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിലുള്ള പ്രശ്നം മൂലം ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ ഈ കനാലിൽ വീക്കം വന്ന് ഇതൊന്ന് പതിയെ അടഞ്ഞു പോവുകയാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ പൂപ്പലൊക്കെ നിറഞ്ഞാലും ചെവി അടപ്പും കേൾവിക്കുറവും അനുഭവപ്പെടാം. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർമാർ തന്നു കഴിഞ്ഞാൽ ഈ ഒരു കേൾവിക്കുറവ് മാറുകയും ചെയ്യും. ഇനിയുള്ളത് നമ്മുടെ കർണപടത്തിലുള്ള പ്രശ്നങ്ങളാണ്. കർണപടത്തിൽ എന്തെങ്കിലും ഒരു ദ്വാരമുണ്ടായാൽ അത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായ അപകടത്തെ തുടർന്നാവാം. അതല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഇട്ട് തോണ്ടുമ്പോഴുണ്ടാവുന്ന ഹോള് മൂലമാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് ഇഞ്ചുറി കർണപടത്തിൽ സംഭവിച്ചാലും കേൾവിക്കുറവ് അനുഭവപ്പെടാം. ഇങ്ങനെ മാത്രമല്ല, നമ്മുടെ മധ്യകർണത്തിൽ ഇൻഫെക്ഷൻ വന്ന് ചിലപ്പോഴൊക്കെ അവിടെ പഴുപ്പ് നിറഞ്ഞ് പാട പൊട്ടിയൊലിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തു ദ്വാരമുണ്ടായാലും കേൾവിക്കുറവ് അനുഭവപ്പെടാം. വളരെ ചെറിയ ദ്വാരമാണ്, ഇൻഫെക്ഷന് ശേഷം ഉണ്ടായതാണെങ്കിൽ ഒരു 6 ആഴ്ച കൊണ്ട് ഇത് അടഞ്ഞു കിട്ടും. പിന്നെ ഇങ്ങനെ അടഞ്ഞു കിട്ടാത്ത വളരെ ചെറിയ ദ്വാരങ്ങൾക്ക് നമ്മൾ കെമിക്കൽ കോട്ടറി എന്ന പ്രൊസീജിയർ ചെയ്യാം. എന്നാൽ ഈ ഹോൾ അടഞ്ഞു കിട്ടുന്നില്ല, ഒരു 8 ആഴ്ച മുതൽ 1.5 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടും അടഞ്ഞു കിട്ടാത്ത ദ്വാരത്തിന് കേൾവിക്കുറവുണ്ടെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറായ ടിംപനോപ്ലാസ്റ്റി നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം. ഈ ടിംപനോപ്ലാസ്റ്റിയെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഹോള് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പകരം നമ്മുടെ മധ്യകർണത്തിൽ നീർക്കെട്ടുണ്ടായാൽ ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് പറയുന്നു. ഈ നീർക്കെട്ട് ഒരു 12 ആഴ്ചയ്ക്ക് മേൽ നിലനിന്നാലും കേൾവിക്കുറവുണ്ടാവാം. ഇങ്ങനെ വരുമ്പോൾ ചെവി അടപ്പ്, കേൾവിക്കുറവ്, ചെറിയൊരു തലകറക്കമൊക്കെ രോഗികൾ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എങ്ങനെ ചികിത്സിക്കാമെന്നും ഇത് എന്തുകൊണ്ട് വരുന്നുവെന്നൊന്നും വിശദീകരിക്കുന്ന
ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മധ്യകർണത്തിൽ ഫ്ലൂയിഡ് നിറയുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. വിട്ടുമാറാത്ത അലർജി, സൈനസൈറ്റിസ്, അതുപോലെ തന്നെ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യുസ്റ്റേഷ്യൻ ട്യൂബിലുള്ള പ്രഷർ വ്യത്യാസങ്ങൾ, ഇതൊക്കെ യുസ്റ്റേഷ്യൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും കേൾവിക്കുറവുണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഈ മധ്യകർണത്തിലുള്ള ചെറിയ എല്ലുകൾ, മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് എന്ന കുഞ്ഞൻ എല്ലുകളെ പറ്റി നിങ്ങൾ പണ്ട് ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഈ ബോൺ കണ്ടക്ഷൻ, ഈ എല്ലുകളിലൂടെ ശബ്ദതരംഗങ്ങൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ 3 എല്ലുകളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകളിൽ ഈ സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞ കുഞ്ഞൻ എല്ല് അവിടെ വൈബ്രേറ്റ് ചെയ്യാതെ ബലം പിടിച്ചു നിൽക്കും. ഓട്ടോസ്ക്ലീറോസിസ് എന്നാണ് ഈ ഒരു അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഓട്ടോസ്ക്ലീറോസിസ് ഉള്ള ആളുകളിലും കേൾവിക്കുറവ് ഉണ്ടാവാം. ഓട്ടോസ്ക്ലീറോസിസ് ഉള്ള ആളുകളിൽ ഇതിനായിട്ട് സർജിക്കൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. സ്റ്റെപ്പിഡോട്ടമി, സ്റ്റെപ്പിഡെക്ടമി തുടങ്ങിയ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് ഇതിനായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം സർജറി ചെയ്യാൻ തയ്യാറല്ലാത്തവർക്ക് ശ്രവണ സഹായികൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ആന്തരിക കർണത്തിലേക്ക് പോവുകയാണ്. ആന്തരിക കർണത്തിൽ കേൾവിക്ക് സഹായിക്കുന്ന ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസിനെ ഡാമേജ് ചെയ്യുന്ന എന്ത് കാരണവും കേൾവിക്കുറവുണ്ടാക്കും. പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള ശബ്ദം ഈ ഹെയർ സെൽസിന് കേടുപാടുകൾ സംഭവിപ്പിക്കും. ഇതിനെ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നു. പിന്നെയുള്ളത് മരുന്നുകളാണ്, ഓട്ടോടോക്സിക് മെഡിസിൻസ്. ഇതിൽ പ്രധാനമായും ജെൻഡമൈസിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, ക്യാൻസർ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന സിസ്പ്ലാറ്റിൻ, അതുപോലെ തന്നെ ഡയോറിറ്റിക് ഗണത്തിൽപ്പെട്ട ഫ്രൂസിമൈഡ് തുടങ്ങിയ മരുന്നുകളൊക്കെ കേൾവിക്കുറവ് ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഇതും കേൾവിക്കുറവിൻ്റെ മറ്റൊരു കാരണമാണ്. പിന്നെ തലച്ചോറിനുള്ളിലെ ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ കേൾവിക്കുറവ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ആന്തരിക കർണത്തിലുള്ള ഹെയർ സെൽസിൽ നിന്ന് തലച്ചോറിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്നൊരു നെർവ് ഉണ്ട്. ഈ നെർവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും അത് കേൾവിക്കുറവുണ്ടാക്കാം. ആന്തരിക കർണത്തിലെ പ്രശ്നങ്ങൾ മറ്റ് അനവധിയുണ്ട്. പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 തരത്തിലുള്ള കേൾവിക്കുറവാണ് പറയേണ്ടത്. ഒന്ന് ജന്മനാലുള്ള കേൾവിക്കുറവ്. ഇത് ഗർഭിണിയായിരിക്കെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻസ് അമ്മയ്ക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ കേൾവിക്കുറവുണ്ടാവാം. അതല്ലെങ്കിൽ കാഴ്ചക്കുറവ്, കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവുക, ജനിക്കുമ്പോൾ തന്നെ മറ്റു പല രോഗലക്ഷണങ്ങളുമുള്ള സിൻഡ്രോമൽ ഡെഫ്നെസിൻ്റെ ഭാഗമായിട്ടും കേൾവിക്കുറവ് അനുഭവപ്പെടാം. പിന്നെ പ്രായം കൂടുമ്പോഴുണ്ടാവുന്ന ഏജ് റിലേറ്റഡ് പ്രെസ്ബൈക്യൂസിസ് എന്ന കേൾവിക്കുറവ്. അപ്പോൾ പ്രായമാവുമ്പോഴുള്ള കേൾവിക്കുറവിന് ശ്രവണ സഹായി ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല ചികിത്സാ മാർഗം. അപ്പോൾ പല കേൾവിക്കുറവിനും കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കത് ചികിത്സിച്ച് മാറ്റാനാവും. എന്നാൽ ചില കേൾവിക്കുറവുകൾക്ക് നമുക്ക് ശ്രവണ സഹായിയുടെ സഹായം തേടേണ്ടി വന്നേക്കാം. പ്രായമാവുമ്പോഴുണ്ടാകുന്ന കേൾവിക്കുറവിന് എങ്ങനെ ശ്രവണ സഹായികൾ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തീർച്ചയായും കണ്ടു നോക്കണം. പിന്നെ ഇതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ചെവിയുടെ ഉള്ളിൽ വരുന്ന ലാബ്രന്തൈറ്റിസ് എന്ന പ്രശ്നം കേൾവിക്കുറവുണ്ടാക്കും. അതുപോലെ തന്നെ പുകവലി ശീലമുള്ളവരിൽ, പിന്നെ പ്രമേഹ രോഗികളിലൊക്കെ കേൾവിക്കുറവിൻ്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തലച്ചോറിനുള്ളിലെ ട്യൂമറുകൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേൾവിക്കുറവുണ്ടാക്കാം. ഇപ്പോൾ ചെവിയുടെ ഉള്ളിൽ നിറയുന്ന ചെപ്പി മുതൽ തലച്ചോറിനുള്ളിലെ ട്യൂമറുകൾ വരെ കേൾവിക്കുറവുണ്ടാക്കാം. എന്താണോ കാരണം അത് കണ്ടെത്തി ചികിത്സിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കേൾവിക്കുറവിൻ്റെ കൂടെയൊക്കെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാവാം. അത് പ്രധാനമായും ചെവിയുടെ ഉള്ളിൽ മൂളൽ, അതുപോലെ തന്നെ തലകറക്കം, ഇത്തരം ലക്ഷണങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഡോക്ടർമാർ ഈ കേൾവിക്കുറവിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ പരിശോധനയിലൂടെയും കേൾവി പരിശോധനയിലൂടെയും നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടാവുന്നതെന്ന് പറയാൻ സാധിക്കും. കേൾവിക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കേൾവിക്കുറവിൻ്റെ ഏതെങ്കിലും ഒരു കാരണം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആരെങ്കിലും രേഖപ്പെടുത്തുകയും ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.